ഈ വെള്ളത്തിനടിയിൽ എന്താ ഒളിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നമ്മുടെ മൈൻഡ് വെച്ച് തപ്പിയാലോ. ഇന്ന് വന്നിരിക്കുന്നത് ഈ സ്പോട്ടിലാണ്. അത്യാവശ്യം നല്ല ആഴവും നല്ല ചെളിയും നിറഞ്ഞ ഒരു സ്പോട്ടിലാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഇതൊരു ഹിഡൻ സ്പോട്ട് എന്ന് തന്നെ പറയാം. അധികം ആളുകളൊന്നും ഇങ്ങോട്ട് വരാറില്ല. അപ്പോൾ എന്താണെങ്കിലും നമ്മൾ നമ്മുടെ മൈൻഡ് അത്യാവശ്യം നല്ല ദൂരത്തോട്ട് കാശ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഹെവി ഐറ്റങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അത്യാവശ്യം നല്ല ആഴമുള്ള സ്പോട്ടാണ്, നിറയെ ചെളികളുണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ റോപ്പ് ഏകദേശം ഒരു 15 മീറ്റർ ലെങ്ത് ഉണ്ട്. അത് ഫുള്ളും നമ്മൾ വിട്ടിട്ടുണ്ട്. എന്തെങ്കിലും ഹെവി ഐറ്റം കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത്യാവശ്യം നല്ല ആളുകളുണ്ട്. നമുക്ക് സൈഡിലോട്ട് ശകലം ഇറങ്ങിക്കാം. എന്തെങ്കിലും ഹെവി ഐറ്റങ്ങളൊക്കെ കിട്ടിയാൽ മിസ്സാവാതിരിക്കുമല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് നോക്കാം എന്താണ് നമ്മളെക്കകത്ത് വെള്ളത്തിനടിയിൽ ഒളിച്ചിരിക്കുന്നത്. എന്തോ ഐറ്റം കയറി വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. എന്തായാലും നല്ല ചെളികളുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു മെറ്റലിൻ്റെ പീസ് ഇതിനകത്ത് ഒളിച്ചിരിപ്പുണ്ട്. കണ്ടിട്ട് നല്ല പഴക്കവും നിറയെ തുരുമ്പോഴുള്ള ഒരു ഐറ്റമാണ് നമുക്ക് ഇതിനടിയിൽ നിന്ന് കിട്ടിയത്. ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ലോക്കിൻ്റെ പീസ് ഒടിഞ്ഞു പോയതാണെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല പഴക്കമുള്ള ഏതോ ഒരു ലോക്ക് ഇതിൻ്റെ അടിയിൽ ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് തോന്നുന്നു. എന്താണെങ്കിലും ഒരു വെറൈറ്റി ഐറ്റം നമുക്ക് ഇവിടെ നിന്ന് കിട്ടി. ഇതുപോലത്തെ ഒരു ഐറ്റം നമുക്ക് ആദ്യമായിട്ടാണ് കാണുന്നത്. എന്താണെങ്കിലും ഒരു വെറൈറ്റി ഐറ്റം. അത്യാവശ്യം നല്ല പഴക്കമുണ്ട്. നിറയെ തുരുമ്പുകളും കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം ഇതിൽ നിറയെ തുരുമ്പുകൾ ഒളിച്ചിരിക്കുന്നു. പിന്നെ നമുക്ക് അതിൽ തന്നെ കിട്ടിയത് കുറേ മാനിൻ്റെ പൊടികളാണ്. എന്താണെങ്കിലും ഒരു വെറൈറ്റി ഐറ്റം. പിന്നെ നമ്മൾ അത്യാവശ്യം നല്ല ദൂരത്തോട്ട് കാശ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ഇത്തവണ നമ്മൾ സൈഡ് മാറ്റിയാണ് കാശ് ചെയ്തത്. ഒരു തവണ കാശ് ചെയ്ത സ്പോട്ടിൽ പിന്നെയും കാശ് ചെയ്ത് അവിടെ നമുക്ക് വേറെ ഒന്നും കിട്ടുകയില്ല. ഇനി എന്തെങ്കിലും അക്കൗണ്ടിൽ മാത്രമേ എന്തെങ്കിലും ഐറ്റങ്ങൾ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ സ്പോട്ട് മാറ്റി കാശ് ചെയ്യുന്നത്. നമ്മൾ തിരിച്ച് പതുക്കെയാണ് വലിക്കുന്നത്. എന്തെങ്കിലും ഹെവി ഐറ്റങ്ങളൊക്കെ ഹുക്കായാലോ. ചെറിയൊരു ഉടക്ക് പോലെ ഉണ്ടെന്ന് തോന്നുന്നു. എന്താണെങ്കിലും ഉടക്ക് വിട്ടിട്ടുണ്ട്. കല്ലും കൂട്ടങ്ങളുടെ ഇടയിലൊക്കെ നമ്മുടെ മാഗ്നറ്റ് ഉടക്കിയാൽ പിന്നെ നമുക്ക് തിരിച്ച് കിട്ടാൻ പാടാണ്. നമ്മുടെ ഒരു മാഗ്നറ്റ് അങ്ങനെ മിസ്സായി പോയതാണ്. നമുക്കത് പിന്നെ വർഷങ്ങൾ കഴിഞ്ഞാണ് കിട്ടിയത്. എന്താണെങ്കിലും ഒരു വെറൈറ്റി ഐറ്റം നമുക്ക് ഇവിടുന്ന് പ്രതീക്ഷിക്കാം. അത്യാവശ്യം നല്ല ആഴമുള്ള സ്പോട്ടിൽ എന്തെങ്കിലും ഹെവി ഐറ്റങ്ങളൊക്കെ കാണും എന്ന് കരുതുന്നു. അപ്പം നമുക്ക് നോക്കാം. നമുക്ക് ഈ കാശിങ്ങിനെ കിട്ടി ഒരു കുഞ്ഞി ഐറ്റം. ഇത് കണ്ടിട്ട് എന്തായിട്ടെന്ന് ഒരു പിടി കിട്ടുന്നില്ല. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കല്ലുമുണ്ട്. എന്തെങ്കിലും മാഗ്നറ്റിക് പവർ ഉള്ളതുകൊണ്ടായിരിക്കാം ഇതുപോലുള്ള കല്ലുകളും പൊടികളും ഒക്കെ നമ്മുടെ മാഗ്നറ്റിൽ ഉടക്കി വരുന്നത്. പിന്നെ അത്യാവശ്യം നല്ല വഴക്കമുള്ള ഒരു മെറ്റലിൻ്റെ പീസും ഉണ്ട്. ഇത് കണ്ടിട്ട് എന്തായിട്ടെന്ന് എനിക്കൊരു പിടി കിട്ടുന്നില്ല. എന്തിൻ്റെയും വേസ്റ്റ് പീസാണോ അതെയോ എന്തിൻ്റെയും ഒടിഞ്ഞ പീസുകൾ ആരെങ്കിലും വെള്ളത്തിൽ ഉപേക്ഷിച്ചാണെന്ന് നടത്തില്ല. എന്താണെങ്കിലും ഒരു വെറൈറ്റി ഐറ്റം. അത്യാവശ്യം നല്ല ദൂരത്തോട്ടാണ് ഈ കാസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്തെങ്കിലും വെറൈറ്റി ഐറ്റങ്ങൾ ഇവിടെ നിന്ന് കിട്ടിയാലോ. നമ്മൾ ഈ തവണ സൈഡ് മാറ്റിയാണ് കാശ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് എന്തെങ്കിലും കൊണ്ടുവന്ന് നോക്കാം. അപ്പർ സൈഡിൽ നിന്ന് കിട്ടിയ രണ്ട് ചെറിയ ഐറ്റങ്ങളാണ്. ഏകദേശം ഒരു 2 മണിക്കൂർ അടുത്തായി നമ്മളവിടെ നിന്ന് കാശ് ചെയ്യുന്നു. എന്നിട്ടാണ് നമുക്ക് ഇതുപോലത്തെ ഒരു കുഞ്ഞി ഐറ്റങ്ങൾ കിട്ടുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ സൈഡിലും ഉണ്ടെന്ന് തോന്നുന്നു അത്യാവശ്യം നല്ല ആഴം. സൈഡിൽ നോക്കിയെന്നില്ല നമ്മളെപ്പോൾ വെള്ളത്തിൽ പോയെന്ന് വെച്ചിട്ടാണ്. ഇവിടെ ഫുള്ള് തെന്നി കിടക്കുവാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഹെവി ഐറ്റങ്ങൾ നമുക്ക് ഇവിടുന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. എന്താണെങ്കിലും നമ്മുടെ മാറ്റ് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഐറ്റം കിട്ടും എന്നാണ് നോക്കേണ്ടത്. അപ്പം നമുക്ക് നോക്കാം എന്താണ് നമ്മളെക്കകത്ത് വെള്ളത്തിനടിയിൽ ഒഴിച്ചിരിക്കുന്നത്. ഈ കാസ്റ്റിങ്ങിനെ കിട്ടി കുഞ്ഞൊരു മെറ്റലിൻ്റെ പീസ്, പിന്നെ കുറേ മാനിൻ്റെ പൊടികൾ, നല്ല ഡാർക്ക് കളറുള്ള മാനിൻ്റെ പൊടികളാണ് ഇവിടെ നിന്ന് കിട്ടിയത്. എന്താണെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. എന്താണെങ്കിലും നല്ല പഴക്കമുള്ള ഒരു വെറൈറ്റി ഐറ്റമാണ് ഇവിടെ നിന്ന് കിട്ടിയത്. കണ്ടിട്ട് നിറയെ തുരുമ്പുകളും നിറയെ പഴക്കം ഉള്ളൊരു ഐറ്റമാണ് കിട്ടിയത്. ഇത് എന്തെങ്കിലും ഒടിഞ്ഞു പോയ പീസായിരിക്കാം. ഇല്ലേ പണ്ട് കാലത്തെ എന്തെങ്കിലും ഐറ്റം ഒടിഞ്ഞു പോയത് ആരിലും ഉപേക്ഷിച്ചായിരിക്കാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.